അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഫീറിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞതുപോലെ അത് റിസ്വാൻ വക്കീലായിരുന്നു. അവൻ അല്പം അവിടെ നിന്ന് മാറി നിന്നു. ഹലോ, എന്തടേ ഇക്ക? പിന്നെ എന്തായി? ഞാനവിടെ പുളിക്കൽ തറവാട്ടിലാണ്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഹാദിയെ വിളിച്ചിരുന്നു. ഹാദിയെയോ? അതെ. പിന്നെ ആഷി ഉസ്താദിനും സഫീറിനൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമായി. പക്ഷെ അതിനു മുമ്പ് അവർക്കൊരു ആഗ്രഹമുണ്ട്. ഇത്ര ആഗ്രഹമോ? എന്താഗ്രഹം? അതെ, പിന്നെ ഹാദിയെയും കൂട്ടി അവർ ഉംറയ്ക്ക് പോവുകയാണത്രേ. നമ്മൾ ചോദിച്ചു, നമ്മളോട് ഒരുമിച്ച് പോയാലോ നമുക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. ആണോ? ശരിക്കും അത് കേട്ടപ്പോൾ നമ്മുടെ സഫീറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു. റബ്ബേ, അല്ലാ, മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും അങ്ങനെയൊരു എന്താ ഇക്കൊന്നും വേണ്ടാത്തത്? ഇൻഷാ അല്ലാ. ഓക്കെ ഓക്കെ. എന്തായാലും അതല്ലേ എപ്പോഴും തിരിച്ചു പോരുന്നത്? അതെ, എന്നോട് പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, ഇനി കല്യാണം വരെ പുറത്ത് പോകണ്ടെന്നുള്ളത്. ഉമ്മ. ആണോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം സഫീറില്ലാത്തൊരു ജീവിതം അവൾക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. എങ്കിലും അവൾ മൗനം പാലിച്ചു. കാരണം ഉമ്മയുടെ ആഗ്രഹമല്ലേ. ഇനിയിപ്പോൾ കല്യാണം കഴിയാൻ വെറും 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അന്ന് സഫീർ പോരുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമ്മ, സഫീർ നീ എങ്ങോട്ടാ? അത് ഞാൻ ഇനി എങ്ങോട്ടും പോകണ്ട ഉമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട്. എന്താ അത്യാവശ്യം? അത്യാവശ്യമില്ല, 2 ദിവസമേ ഉള്ളൂ നിൻ്റെ കല്യാണത്തിന്. ഈ സമയത്ത് നീ എങ്ങോട്ട് ഇറങ്ങി പോകാനാ? ഇനി പോവണ്ട. എന്താന്നില്ലേ, നിനക്കത് ശീലമായി പോകും. അവിടെ നിൽക്ക്, പോവല്ലേ. സഫീറിൻ്റെ ആ ഒരു ഭയം കണ്ട് ഉമ്മ ചോദിച്ചു, എന്താടാ നീ എന്താ ഭയക്കുന്നത്? നീ എവിടെയും വന്ന് എന്തിനേയും പെട്ടക്കണോ? എനിക്കൊരു സംശയം ഉണ്ട് തന്നെ. ഇടയ്ക്കിടെ വീട്ടിൽ നിന്നൊരു മുങ്ങിപ്പോകലും പിന്നെ 3-4 ദിവസത്തിന് എന്നെ കാണൂല. ഉമ്മ, അത് ഞാൻ എന്ത് ഓരോ സഫീറിൻ്റെ സ്വഭാവം അത്ര മോശമൊന്നും ഇല്ലാത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ ഈടെയായിട്ട് കുറച്ച് മുങ്ങി നടക്കുന്നുണ്ട്. എനിക്ക് അറിയായിട്ടൊന്നല്ല. പിന്നെ നിൻ്റെ കല്യാണമാണ് മറ്റന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്ന്. പിന്നെ മറക്കണ്ട, ഇനി നീ അതെന്ന് പറഞ്ഞ് മുങ്ങാൻ നിൽക്കണ്ട. അതെ, എൻ്റെ ആങ്ങളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും മാനഭംഗത്തിൻ്റെ പ്രശ്നം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ കാണിച്ചു തരാം. പിന്നെ നൂർജഹാന് കാത്തിരിക്കുകയാണ്. നിൻ്റെ കൂടെയുള്ള ജീവിതം സ്വപ്നം കണ്ടിരിക്കുകയാണ് അവള്. എന്തെങ്കിലും പെട്ടെന്ന് ഈ ഒരു വിവാഹത്തിന് അവൾ തന്നെയാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. കാരണം ജസീറുമായി ഉള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അവൾ പിന്നീട് ആ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും പിന്നീട് അതിനെക്കുറിച്ച് എന്നോട് വരെ അവൾക്കൊരു ടച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ആങ്ങളെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അതെ, അത് സഫീറുമായുള്ള വിവാഹത്തിന് അവൾ തയ്യാറാണ് എന്നുള്ളത്. എന്നാൽ ആ നിമിഷം തന്നെ സഫീർ ചോദിച്ചു, ഉമ്മ, അപ്പം ജ്യേഷ്ഠൻ ഉറപ്പിച്ച പെണ്ണ് അനിയന് അല്ലേ? അതിലെന്ത് കാര്യം ഉമ്മ ഉള്ളത്? എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ജ്യേഷ്ഠൻ ഉറപ്പിച്ച പെണ്ണായതുകൊണ്ട് തന്നെ എൻ്റെ ജ്യേഷ്ഠനെ എനിക്ക് അത്രയങ്ങ് വിശ്വാസം പോരാ. അതായത് ഏത് നിമിഷവും അവന് കാല് മാറാനും നിനക്ക് തയ്യാറാവുമല്ലോ. എടാ സഫീറെ, നീ വേണ്ടാത്തൊന്നും പറയണ്ട. ഞാൻ അവനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താന്നില്ല, നീ വെറുതെ പ്രശ്നത്തിന് ഉണ്ടാക്കണ്ട. അവന് അത്തരത്തിൽ സ്വഭാവമൊന്നുമില്ല. ഉമ്മാക്ക് എല്ലാം നല്ലോണം അറിയാം. ഉമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ ജീവിതത്തിൽ. അവൻ്റെ വാക്ക് കേട്ട് ഉമ്മ ഒരു നിമിഷം പറഞ്ഞു, എടാ നീ എന്നെ വല്ലാതെ പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായല്ലോ? പിന്നെ നീ ഇപ്പോൾ കളിച്ച് എൻ്റെ തലയിൽ കയറി കൊത്താൻ തുടങ്ങിയോ? ഉമ്മ, അങ്ങനെയല്ല ഒരിക്കലും. ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് അങ്ങനെയാണല്ലോ. നീ എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെയുണ്ടല്ലോ. അല്ല, നീ എന്ത് കാര്യത്തിനാ പറഞ്ഞത്? വല്യമ്മയെ കൊണ്ടുവരട്ടെ, വല്യമ്മയെ ഒഴിവാക്കട്ടെ, എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ. സത്യം പറയടാ, നിൻ്റെ കെയർ ഓഫിൽ ആരൊക്കെയാണുള്ളത്? എനിക്ക് തന്നെ നല്ല ബലമായ സംശയമുണ്ട് ഉമ്മ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ ഉമ്മയോട് പറഞ്ഞല്ലോ വല്യമ്മയെ കൊണ്ടുവരട്ടെ എന്നുള്ളത്. പിന്നെ നിങ്ങൾ അതിന് സമ്മതിക്കുന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു വീട്ടിൽ ഒരവകാശം വല്യമ്മക്കുള്ളതുണ്ട്.
അഥവാ വല്ല കേസോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലേ വല്യമ്മ തന്നെ ഒന്ന് കേസ് കൊടുത്താൽ പോലും നിങ്ങളും നമ്മളൊക്കെ പെടുന്ന അവസ്ഥയായിരിക്കും. വെറുതെ വേണ്ടാത്തി നിൽക്കണ്ട. ഇതിൽ ഒരു അവകാശം വല്യമ്മക്കുള്ളതും ഉണ്ട്. അല്ലാതെ ഒരിക്കലും ഉമ്മ നിങ്ങൾക്ക് മാത്രമുള്ളല്ല. ആര് പറഞ്ഞു? അതൊക്കെ ഞാനേ ഒപ്പിട്ടങ്ങ് പേരിലാക്കിയിട്ടുണ്ട്. നീ അതിൻ്റെ പേരിൽ ഓരോന്ന് പ്രശ്നമാക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വല്യമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരേ വേണ്ട എന്നുള്ളത്. നിനക്കെന്ത് ഇത്ര വാശി എന്നെ പിടിപ്പിക്കാൻ? അതിൽ ഒന്നുമല്ല ഉമ്മ, ഞാൻ കാര്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വെറുതെ വേണ്ടാത്ത നിൽക്കേണ്ട. വല്യമ്മ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചാലും അത് കണ്ടെത്തൂല. പക്ഷേ അത് എനിക്കറിയാം. നിങ്ങൾ ആവശ്യമില്ലാത്ത ഇതിന് വെറുതെ നിൽക്കണ്ട. വല്യമ്മ ഈ ഒരു വീട്ടിൽ സുഖസുന്ദരമായി ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കൂല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വല്യമ്മ ഇപ്പോൾ താമസം വേറെയാണ്. സഫീറേ, അപ്പം നീയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലേ? നീ നിന്ന് കളിക്കുകയാണ്. അന്ന് ഞങ്ങൾ വൃദ്ധസദനത്തിൽ പോയപ്പോഴേ അവർ പറഞ്ഞു ആരോ ഒന്ന് കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നീയാണ് ഇതിൻ്റെ. എനിക്ക് അപ്പോഴേ ഉറപ്പുണ്ടായിരുന്നു. ജസീറും ഞാനും പറയുകയും ചെയ്തു. ഏതായാലും അവൻ വല്ലാത്തൊരു സാധനം തന്നെയാണ്, നമ്മളോടൊരു വാക്ക് പറയാതെ. എൻ്റെ ഉമ്മ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതാണ് വല്യമ്മ എവിടെ കൊണ്ടുപോയിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ്, നീ ഇനി അവരെ മോചിപ്പിക്കാനും നിൽക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരുപാട്. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ ഒരു പക്ഷേ ഞാനും വല്യമ്മയെ സംരക്ഷിച്ചു. ഒരു പക്ഷേ നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥയെങ്കിലോ? എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. വൃദ്ധസദനത്തിൽ നിങ്ങളും വൈകാതെ, എൻ്റെ ഉമ്മാക്കും ആയില്ലേ അത്യാവശ്യം വയസ്സും പ്രായമൊക്കെ. വൈകാതെ ഒരു 10-15 കൊല്ലം കൂടി കഴിഞ്ഞാൽ വല്യമ്മാൻ്റെ അതേ സിറ്റുവേഷനിലായിരിക്കും നമ്മളെല്ലാവരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, പ്രായമായവരെ സംരക്ഷിക്കുക, നോക്കുക, അവർക്ക് വേണ്ട സന്തോഷങ്ങൾ നൽകുക. ഇന്നല്ലെങ്കിൽ നാളെ വൈകാതെ നമ്മൾ സിറ്റുവേഷനിൽ എത്തുമല്ലോ, മരിച്ചില്ലെങ്കിൽ എത്തും. അപ്പോൾ നമുക്കും ആ ഒരു അവസ്ഥ വരുമ്പോൾ ആ ഒരു വൃദ്ധസദനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉറ്റവരെ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥ ആരും വരാതിരിക്കുക. എന്തായിരിക്കും അല്ലേ ഉമ്മ? എടാ സഫീറെ, മാറി നിൽക്ക്. നിൻ്റെ ആ പഴഞ്ചൻ ഉപദേശം കൊണ്ടൊന്ന് പോകുന്നുണ്ടോ നീയേ? അവൻ്റെ ഒരു ഉപദേശം ഒടുക്കത്തെ. എന്ത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും അവനക്ക്. ഇപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോൾ കൂടുതലായിട്ട്. ഇതുവരെ അങ്ങനത്തെ വേണ്ടാത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു കോളേജിലും പോയി പഠിക്കാൻ തുടങ്ങിയതോടുകൂടി ഇസ്ലാമിലങ്ങ് മുങ്ങിക്കണോന്. എന്താന്നില്ലേ? അതെ, ഇവിടെ എൻ്റെ ഇഷ്ടം പോലെയൊക്കെ നടക്കും. ഉമ്മ, ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ വല്യമ്മയുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ ഇതിലുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ആധാരത്തിൽ വല്യമ്മക്കുള്ള സ്വത്തിൻ്റെ ഭാഗമുണ്ട്. ഒരിക്കൽ പോലും നിങ്ങൾ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയൊന്നും വിചാരിച്ചിട്ട് രേഖകളില്ലാതാവുന്നില്ല. രേഖ തന്നെയായിരിക്കും. അതൊക്കെ കറക്റ്റായിരിക്കും. വല്യമ്മ ഒരു വാക്ക് ഒന്ന് പരാതി കൊടുത്താലേ ഉമ്മ, നമ്മളെ പ്രത്യേകിച്ച് പ്രായമായവരെ നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തന്നെ മക്കൾക്കെതിരെ നടപടി എടുക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ തന്നെ പെടേണ്ട അവസ്ഥ വരും. അതോ ഞാൻ പറയുന്നത്. സഫീറെ, ഒന്ന് മാറിപ്പോകുന്നുണ്ടോ നീയേ? അതൊക്കെ കേസ് കൊടുത്താലല്ലേ, അതാണ് ഞാൻ വൃദ്ധസദനത്തിൽ അതിനുള്ളിലാക്കിയത്. അതാകുമ്പോൾ ആരും കൊടുക്കാനില്ലല്ലോ. സത്യം പറയടാ, നീ സംരക്ഷിക്കുന്നുണ്ടോ അവരെ? ഉമ്മ, ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒത്തുകളിയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്താന്നില്ലേ, അതിനു മുമ്പ് എല്ലാം നശിപ്പിച്ച് കളയണം. സഫീറിൻ്റെ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ ഞെട്ടി. ഉമ്മ, നിങ്ങൾ വേണ്ടാത്തതിന് നിൽക്കരുത്. അതായത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? സഫീറെ, ഈ വിധ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത്. ഒരു വല്യമ്മയും വേണ്ട, വല്യപ്പയും വേണ്ട, മണ്ണാങ്കട്ടയും വേണ്ട. നിൽക്കുന്നിടത്ത് നിന്നോട്ടെ, ഇങ്ങോട്ട് നീ വരുത്തരുത്. അതെ, കല്യാണത്തിനുള്ള ഒരുക്കങ്ങളും ഇതൊക്കെ ആക്കണ തിരക്കാണിപ്പോൾ. അതിനെക്കുറിച്ച് പറയല്ലേ വേണ്ടത്. പെട്ടെന്ന് ജസീർ അങ്ങോട്ട് വന്നു. എന്താ, ഉമ്മയും മോനും നല്ല ചർച്ചയാണല്ലോ. ഒന്നുമില്ല മോനെ, വല്യമ്മാൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഓൻ പറയണേ ഈ വീടിൻ്റെ പകുതി ഇവിടെയുള്ള സ്ഥലവും സ്വത്തൊക്കെ വല്യമ്മാൻ്റെ പേരിലാണ്, നിങ്ങളത് തട്ടിയെടുക്കാനല്ലേ. എന്നാൽ ജസീർ അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്താ അനിയാ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്താ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വല്യമ്മ വൃദ്ധസദനത്തിലാണ്, അവിടെ കഴിയട്ടെ, സുഖമായി അവിടെ കഴിയട്ടെ, നോ പ്രോബ്ലം, കഴിഞ്ഞെന്ന് കരുതിയിട്ട്. പക്ഷേ ഇനിയും ആ പഴയ സാധനത്തിൽ നീ കൊണ്ടുവരാതിരുന്നാൽ മതി. ഓക്കെ? പിന്നെ സഫീർ, എന്താ നൂർജഹാൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു അവൾ? എന്തു പറയാൻ, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ, എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ നിൻ്റെ മണവാട്ടിയായിട്ട് അവളിങ്ങോട്ട് എത്തുമല്ലോ അല്ലേ? ഹാപ്പി ആയിരിക്കണം കേട്ടോ.
ആ പിന്നെ അല്ല, എന്തായിട്ടാ നിൻ്റെ പഠനത്തിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയോ? ഇല്ല, അത് 4 വർഷത്തെ കോഴ്സൊക്കെ ഉണ്ട്. ആ ഓക്കെ. അപ്പോൾ അതിനിടയിൽ അതും നോക്കണമല്ലേ? പിന്നെ നമ്മളെ വീട്ടിൽ അവൾ നിന്നെന്ന് കരുതി ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നൂർജഹാനെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ കെയർ ചെയ്യൂലേ മോനെ? മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അതേ, പഴയ കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് പൊരുത്തപ്പെടാം പരസ്പരം. പക്ഷേ ഇനി മുതലുള്ള ജീവിതം അടിപൊളിയായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. എനിക്കതിൽ നൂർജഹാന് കിട്ടിയില്ല. എൻ്റെ അനിയനെങ്കിലും അവളോട് കൂടെ സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ? അങ്ങനെ ആകുമ്പോൾ ഹാപ്പി ആയിരിക്കും. നീ ഇല്ലെങ്കിൽ അവൾക്ക് വിഷമമുണ്ടാവും. കുഴപ്പമില്ല, ഞാനും ഉമ്മയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ അവളെ നോക്കിക്കൊണ്ട് കേട്ടോ. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകൾ അത് ശരിക്കും സഫീറിൻ്റെ മനസ്സിലേക്കൊന്ന് തട്ടി. അവൻ വല്ലാതെ സോപ്പിടുന്നു. പിന്നെ എടാ, ഞാൻ റിസ്വാന വക്കീലിനെ വിളിച്ചിരുന്നു. ഒരു നിമിഷം സഫീർ ഞെട്ടി. എന്ത്? അതേടാ, എൻ്റെ വിവാഹത്തിന് ക്ഷണിക്കാനേ ഞാൻ അവളെ അങ്ങ് വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചില്ല, പിന്നെ നെറ്റിൽ നോക്കട്ടെ വിചാരിച്ചു, വിളിച്ചിട്ട് കിട്ടായിട്ട്. പിന്നെ എന്തൊക്കെ തന്നെയായാലും അവളെ കിട്ടിയോ? എന്തു പറഞ്ഞു? കല്യാണത്തിന് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നമ്മുടെ മുമ്പ് എന്തെങ്കിലും വൈരാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അത് കരുതിയിട്ട് ശരിയാണ്, ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു വിവാഹത്തിന് അവളും കൂടെ പങ്കെടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. നമ്മൾ ഒരാളോടും ശത്രുതയിൽ ജീവിക്കണ്ടല്ലോ, എല്ലാവരോടും നല്ല രീതിയിൽ ഹാപ്പിയായി ജീവിക്കുക, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ശരിക്കും തൻ്റെ ജ്യേഷ്ഠൻ ജസീറാണോ ഈ പറയുന്നത് എന്ന് വരെ അത് സഫീറിന് തോന്നിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും സന്തോഷകരമായി ഇത്രയും നല്ല ആളായിട്ട് ജസീർ ജീവിക്കുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ വഞ്ചനയുണ്ടോ, എനിക്കറിയില്ല റബ്ബേ. അവൻ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ സഫീർ, നിനക്ക് ഞാൻ പറഞ്ഞൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയല്ലേക്ക. എന്തായാലും നമ്മൾ നല്ല രീതിയിൽ എല്ലാം കഴിഞ്ഞു പോകണം. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ്റെ വീട്ടിൽ അവിടെ ഇന്ന് തന്നെ പന്തലൊരുങ്ങിക്കഴിഞ്ഞു. വളരെയധികം വിശാലമായ അവരുടെ മുറ്റത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ഒരു പന്തൽ, അതിനിടയിൽ ഒരുപാട് കുടുംബക്കാർ. അതെ, ഒരാഴ്ച മുമ്പ് തന്നെ കല്യാണം തുടങ്ങിക്കണം അവിടെ. നൂർജഹാൻ്റെ പ്രതീക്ഷ, നൂർജഹാൻ്റെ ആഗ്രഹം ആയിരുന്നു പുളിക്കൽ തറവാട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കയറി പറ്റുക എന്നുള്ളത്. എന്നാൽ അവളുടെ ആഗ്രഹത്തിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. അതൊക്കെ അങ്ങ് പുളിക്കൽ തറവാട്ടിലേക്ക് കയറി പൂർത്തിയാക്കണം. അത്രക്കും മോശമായ രീതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ മണവാട്ടി ഇവിടെ നിന്ന് നിൽക്കുകയാണോ? അവളുടെ തോഴിമാർ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. രാത്രിയുടെ മൃദുവായ കാറ്റിൽ നൂർജഹാൻ്റെ വീടാകെ പ്രകാശം പടർന്നിരുന്നു. വീടിൻ്റെ മുൻവശം മുഴുവൻ നിറമുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതെ, നൂർജഹാൻ്റെ വിവാഹമായതുകൊണ്ട് തന്നെ വളരെയധികം ഗംഭീരമായിട്ട് തന്നെയാണ് അവിടെ വിവാഹം നടക്കുന്നത്. കാര്യം അതിനു മുമ്പൊരു വിവാഹം മുടങ്ങിയതാണ്. ഇനിയെങ്കിലും ഞങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നാണ് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടീശ്വരനായ അയാൾ ഒരുപാട് ചിലവഴിക്കുന്നുമുണ്ട്. എന്നാൽ അന്ന് ജസീറിൻ്റെ ആ ഒരു വിവാഹം ഇല്ലാതായത് മുതൽ അല്പം ദേഷ്യവും വാശിയുമായിരുന്നു അവരോട്. കാര്യം എന്താണെന്ന് മകൾ പറഞ്ഞിരുന്നില്ല, പക്ഷേ എന്തോ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെയധികം അതിനേക്കാൾ അതിഗംഭീരമായിട്ടാണ് ഇപ്രാവശ്യത്തെ വിവാഹത്തിന് വേണ്ടി അവർ ഒരുങ്ങുന്നത്. പച്ചയും സ്വർണവും കലർന്ന തോരണങ്ങൾ കാറ്റിൽ തലോടുന്നു. ഓരോ കോണിലും വിവാഹത്തിൻ്റെ മണവും സന്തോഷത്തിൻ്റെ ചിരിയും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് നൂർജഹാൻ മണവാട്ടിയാകുവാൻ ബാക്കിയുള്ളത്. 2 ദിവസത്തിനകം നൂർജഹാൻ മണവാട്ടിയാകാൻ പോവുകയാണ്. വീട്ടിലെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് വിവാഹപ്പാട്ടുകൾ പാടുന്നു. തോഴിമാർ നൂർജഹാനെ ചുറ്റിപ്പറ്റി കളിയാക്കുകയാണ്. പലരും അതാ ഒപ്പന പ്രാക്ടീസ് ചെയ്യുന്നു. അതെ നൂർജഹാൻ, ഇനി നീ പോയ ഞങ്ങളൊന്ന് മറക്കല്ലേ കേട്ടോ. മണവാട്ടിയായി പോയാലേ ഫോൺ പോലും എടുക്കില്ല. പിന്നെ അങ്ങനെയായിരിക്കും പലരും. പുതിയാപ്പിളയെ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ പലർക്കും വേറെ ആരെയും വേണ്ട. അവൻ്റെ കൂടെയുള്ള സന്തോഷകരമായ ജീവിതമായിരിക്കും എല്ലാവർക്കും. പിന്നെ പഴയ കൂട്ടുകാരികളെയും ആരെയും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കി ചിരിക്കുന്നു. അവൾ ലജ്ജയോടെ പുഞ്ചിരിക്കുന്നു. കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. ഹൽദിയുടെ ചടങ്ങിനായി മുറ്റത്ത് വലിയ ഒരുക്കങ്ങളാണ്. മഞ്ഞളിൻ്റെ സുഗന്ധം പരക്കുന്നു. കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നു. വീടിൻ്റെ അടുക്കളയിൽ ബിരിയാണിയുടെ മണവും ചായയുടെ ചൂടും ബന്ധങ്ങളുടെ ശബ്ദവുമൊക്കെ ചേർന്ന്
ആ വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റുന്നു. അതെ, ആങ്ങളെ പെങ്ങളും മക്കളുടെ കല്യാണമാണ്. ഇവിടുത്തെ കാക്ക ആങ്ങള പിന്നെ പെങ്ങളെ മോനെ കൊണ്ടാണ് കല്യാണം. അപ്പോൾ അന്നൊരു കല്യാണം അങ്ങനെ അതെന്താ പറയല്ലേ, ഇതവൻ്റെ അനിയനാണത്രേ. സുന്ദരനും സുമുഖനുമായ ചെറുപ്രായക്കാരനാണ്. പ്രായം കൊണ്ട് ഇവൻ തന്നെയായിരിക്കും ചെറുത്, അവൾ തന്നെ ആയിരിക്കും മൂത്തത്. എന്നാലും വലിയ കോടീശ്വരന്മാർക്ക് തന്നെയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമ്പത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമുണ്ട്. ഞങ്ങൾക്കാണ് കൂടുതൽ, ഇവർക്കാണ് കൂടുതൽ എന്നുള്ള രീതിയിൽ അങ്ങനെ പല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പം എന്തായാലും അവൾ തന്നെ പറഞ്ഞതാണത്രേ, എനിക്ക് ആ പുളിക്കൽ തറവാട്ടിൽ തന്നെ വിവാഹം കഴിച്ച് പോയാൽ മതി. മകളങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയും വാശി കുറച്ചു. അതവർ സംസാരിച്ചു. അതാണ് സംഭവം. എന്താ കല്യാണം. അറബിക് നൈറ്റ് പരിപാടികൾക്കായി പെൺകുട്ടികൾക്ക് ഒരുപാട് പരിശീലനങ്ങൾ നടത്തി തുടങ്ങുന്നുണ്ട്. ആർക്കെങ്കിലും ദഫായിട്ടും പാട്ട് പാടാനായിട്ടും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള മത്സരങ്ങളിലും പങ്കെടുക്കുവാനും എല്ലാത്തിനും നിൽക്കുന്നുണ്ട്. മത്സരമല്ല, അവിടെ അവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ നൂർജഹാൻ്റെ വീട്ടിൽ എല്ലാ രീതിയിലുള്ള ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മണവാട്ടി അണിയിച്ചൊരുക്കണം ഓരോ ദിവസം. ഇനി 2 ദിവസം കൂടെ, എന്തായാലും ഒരാഴ്ചയായി കല്യാണത്തിൻ്റെ ആ ഒരു ആർഭാടമെല്ലാം തുടങ്ങിയിട്ട് എല്ലാവർക്കും ആവേശമാണ്. പക്ഷേ ആ സന്തോഷത്തിനിടയിൽ നൂർജഹാൻ്റെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ചെറിയ ആ ഒരു ആഗ്രഹം, അത് ആരോടും അവൾ തുറന്ന് പറഞ്ഞിരുന്നില്ല. അത് അവളുടെ മനസ്സിൻ്റെ, അവളുടെ ശരീരത്തിൻ്റെ ആവശ്യമായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൾ വീടിൻ്റെ മുറ്റത്ത് ഒറ്റയ്ക്ക് നിന്നു. ആകാശത്ത് നിലാവ് തെളിഞ്ഞിരുന്നു. അപ്പോൾ അവളുടെ ഉമ്മ ചോദിച്ചു, എന്താ മോളെ, ഉറങ്ങുന്നില്ലേ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നൂർജഹാൻ ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ ഒരു ചെറിയ വിങ്ങലുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഉമ്മയും ഉപ്പയും അതറിയുന്നില്ല. ഒരിക്കൽ പോലും ഞാനൊരു വിവാഹ ജീവിതത്തിന് വേണ്ടി പോവുകയില്ല. ഒരിക്കലും. അത് എനിക്ക് അവിടെ ഒന്ന് എത്തണം, അതെൻ്റെ ആവശ്യമാണ്. സഫീറിനെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയുമില്ല. പക്ഷേ ചെറിയൊരു അഭിനയം അത് വേണ്ടിവരും, അത് അത്യാവശ്യമാണ്. സഫീർ അതിന് സപ്പോർട്ടായാൽ മതിയായിരുന്നു. അതായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ സഫീർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു അവൾക്ക്. ഇല്ല, 2 ദിവസം, ഒരിക്കൽ കൂടി, ഒരു സമയം കൂടി അവനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണം. അവനെ കൊണ്ടെല്ലാം സമ്മതിപ്പിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് പുളിക്കൽ തറവാട്ടിലേക്ക് കയറുവാൻ അവകാശമുണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരു നിമിഷം അവൾ ഓർത്തു ജസീർ എന്നെ വിവാഹം കഴിച്ച് എന്നെ വിവാഹ വാഗ്ദാനം നൽകി നീ കൊണ്ടുപോയത് എങ്ങോട്ടായിരുന്നു? നിൻ്റെ കാമുകിയുടെ മുമ്പിലേക്ക്. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ലീലാവിലാസങ്ങൾ ഞാൻ കണ്ട് സങ്കടപ്പെടുകയായിരുന്നു. അതിനെല്ലാം എനിക്ക് പകരം വീട്ടണം പൊന്നുമോനെ. എന്നാൽ അവളുടെ മനസ്സിൽ മറ്റൊരു ആഗ്രഹം കൂടിയുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അതുകൂടി പ്രാവർത്തികമാക്കണം അവൾക്ക്. അത് ജസീറിനോടുള്ള അടങ്ങാത്ത ഒരു പകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.